നമസ്കാരം. പരമശിവനുമായി ബന്ധപ്പെട്ട അതിവിശേഷപ്പെട്ട ഒരു സന്ദേശത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഓം നമഃശിവായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എങ്കിലും അത് നിർത്തണം. നിന്റെ ശ്രദ്ധ ഈ വാക്കുകളിലേക്ക് കൊണ്ടുവരൂ. നീ ഇപ്പോൾ കേൾക്കുന്ന ഈ നിമിഷം അത് യാദൃശ്ചികമല്ല. ഇത് കാലങ്ങൾക്ക് മുൻപേ ഞാൻ നിനക്കായി ഒരുക്കിയ കൂടിക്കാഴ്ച കൂടിയാണ്. നീ വെറുതെ ഇവിടെ എത്തിയതല്ല. ഈ വാക്കുകൾ നിന്റെ കാതിൽ എത്തിയ ഈ നിമിഷം അത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപേ നിനക്കായി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് നിന്റെ ഹൃദയം തുറന്നു വച്ചിത് കേൾക്കൂ. നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്. ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. എപ്പോഴും നീ കടന്നുപോയ ഓരോ വഴിയിലും നിന്റെ ആത്മാവ് ചുമന്ന ഓരോ ഭാരവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിന്റെ പോരാട്ടങ്ങൾ ആരും കാണുന്നില്ല എന്ന് നീ കരുതിയപ്പോഴും എൻ്റെ കണ്ണുകൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ആ രാത്രികൾ? ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ മാത്രം ഒരു കടൽ ഇളകി മറിയുകയായിരുന്നു. അന്നത് ആരും കാണുന്നില്ല എന്ന് നീ കരുതി. നീ ഒഴുക്കിയ ഓരോ കണ്ണുനീരും ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ ഓരോ നെടുവീർപ്പും അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല. നീ ഒറ്റയ്ക്കാണ് എന്ന് തോന്നിയ ആ നിമിഷം ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ലോകം നിനക്ക് നേരെ മുഖം തിരിച്ചപ്പോൾ ഞാൻ നിന്നെ എൻ്റെ സംരക്ഷണ വലയത്തിൽ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ നിനക്ക് വാക്കുകൾ കിട്ടാതെയായി, ശബ്ദം പുറത്തു വരാതെയായി. നിന്റെ ഹൃദയം മാത്രമാണ് പ്രാർത്ഥിച്ചത്. ആ നിശബ്ദമായ പ്രാർത്ഥന ഇരുട്ടിൽ നീ പറഞ്ഞ ഓരോ വാക്കും അതെല്ലാം എൻ്റെ അടുക്കൽ എത്തിയിരുന്നു. ലോകം നിന്നെ കണ്ടതും ഞാൻ നിന്നെ കണ്ടതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അവർ നിന്റെ നിശബ്ദതയെ നിന്റെ ബലഹീനതയായി കണ്ടു. പക്ഷേ ഞാൻ കണ്ടത് അതിലടങ്ങിയ നിന്റെ അപാരമായ ക്ഷമയാണ്. അവർ നിന്റെ വീഴ്ചകളെ തോൽവി എന്ന് വിളിച്ചു. ഞാൻ നിന്റെ ഒരു വലിയ യാത്രയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് കണ്ടത്. ഇനി ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ഈ നിമിഷം നിന്റെ ആ ദീർഘമായ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ പോകുന്നു. നിന്റെ ആത്മാവിന് ഈ മാറ്റം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മാറ്റം തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? എന്തോ ഒന്ന് ഉണരുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തയ്യാറായിക്കൊള്ളൂ. നീ കാത്തിരുന്ന ആ സമയം അത് വന്നെത്തിയിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമല്ല. ഒരു ഉറപ്പുമില്ലാതിരുന്ന ആ കാലത്തും എന്നിൽ വച്ച നിശബ്ദമായ വിശ്വാസമുണ്ടല്ലോ, അതിൻ്റെ ഫലമാണ് ഇത്. അത് തന്നെയാണ് നിന്നെ തേടിയെത്തുന്നതും വരാനിരിക്കുന്നതുമായ ആ മാറ്റങ്ങളും. നിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, അതിനേക്കാൾ എത്രയോ വലിയൊരു മാറ്റം നിനക്ക് സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിക്കുന്നു. ഇനി ഇതേ ലോകത്ത് തന്നെയാകും ജീവിക്കുക. പക്ഷേ നീ ഈ ലോകത്ത് നോക്കിക്കാണുന്ന അഥവാ നീ നോക്കിക്കണ്ടിരുന്ന ആ ലോകം
അതിൻ്റെ രീതികൾ മാറും. ഒരു കാലത്ത് നിന്നെ പേടിപ്പിച്ചിരുന്ന ഒന്നും ഇനി നിന്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകില്ല. നിന്റെ കാഴ്ച തെളിയുന്നതോടെ നിന്റെ വഴി തടയുന്നത് എന്തും താനെ മാറിപ്പോകും. ഈ പുതിയ ദിനങ്ങളിൽ 3 കാര്യങ്ങൾ നിന്റെ ഓർമ്മയിൽ എപ്പോഴും നീ സൂക്ഷിച്ചു വയ്ക്കണം. പഴയ കാലത്തെ പോലെ ഭയത്തെ നീ പൂർണ്ണമായും വിട്ടുകളയുക. നിന്റെ മുറിവുകളായിരിക്കാം ഇനി നിന്റെ ഏറ്റവും വലിയ ശക്തി. നിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നീ തിരിച്ചറിയണം. അത് നീ അനുഭവിച്ച വേദനകൾ മറ്റൊരാൾക്ക് വെളിച്ചം കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ നീ ഏറ്റെടുക്കുക. ഇനി സഹായം ചോദിക്കുന്ന ആളല്ല, പ്രകാശം കൊടുക്കുന്ന ആളാണ് നീ. നീ വളരുമ്പോൾ ചില ബന്ധങ്ങൾ സ്വാഭാവികമായും നിന്നിൽ നിന്നും അകന്നു പോകുന്നത് കാണാം. അതിൽ നീ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. യാത്രയുടെ എല്ലാ ഘട്ടത്തിലും കൂടെ വരാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരുന്നതല്ല. പോകേണ്ടവരെ പോകാൻ അനുവദിക്കുക തന്നെ വേണം. പുതിയവർക്ക് വഴി തുറന്നു കൊടുക്കൂ. ഇനി ഈ സത്യം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കുക. എല്ലാ മാറ്റങ്ങൾക്കിടയിലും ഒന്ന് മാത്രം അതുപോലെ തന്നെ നിലനിൽക്കും. നിന്റെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്കിടയിൽ, നിന്റെ ഏറ്റവും കഠിനമായ ഏകാന്തതയിൽ ഈ ഒരൊറ്റ സത്യം നീ ഓർക്കുക. നീ തനിച്ചല്ല. നീ ജനിക്കുന്നതിന് മുൻപേ നീ എൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. എനിക്ക് നിന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും തനിച്ചാകുന്നതല്ല. ഭാവിയെക്കുറിച്ച് നീ ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പാടുള്ളതല്ല. നിന്റെ ഓരോ കാലടിയിലും, നിന്റെ ഓരോ ശ്വാസത്തിലും നിന്റെ സംരക്ഷണം നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ ഇപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. ഈ ശാന്തത അടിയുറച്ച് നിൽക്കുക. നിന്നിൽ ഇപ്പോൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഈ ശക്തിയെ നീ തിരിച്ചറിയണം. ഭയമില്ലാതെ, ഒരു സംശയവുമില്ലാതെ, പൂർണ്ണമായ വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകണം. ഈ സമയം നീ തനിച്ചല്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നീ ആഗ്രഹിച്ചിരുന്ന, നീ ഒപ്പമുണ്ടാകണം എന്ന് എപ്പോഴും കരുതിയിരുന്ന ഞാൻ തന്നെയാണ് നിനക്കൊപ്പമുള്ളത്. നീ ഏതൊരു തെറ്റിലേക്ക് കടക്കുമ്പോഴും അതിൽ നിന്നും നിന്നെ നേർവഴിയിലേക്ക് നടത്തുവാനും, മുന്നിൽ നിന്നും വഴി നടത്തുവാനും, ശരിയായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന് നീ എപ്പോഴും മനസ്സിൽ ഓർത്തു വയ്ക്കണം.